നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ സൗദാമിനി മുത്തശ്ശിയുടെ മുറിയിലേക്ക് വൈജയന്തി എല്ലുവാണ്. വൈജയന്തിയെ കണ്ടിഞ്ഞപ്പോൾ മുത്തശ്ശി ചോദിച്ചു, ആഹാ, എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട്. ആക്സിഡന്റ് ശേഷം ശരിക്കും കണ്ടിട്ട് പോലുമില്ല, ഫോണിൽ കൂടെ കാണുന്നല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. എന്തൊക്കെയുണ്ട് കുഞ്ഞെ നിനക്ക് വിശേഷങ്ങൾ? നിന്റെ കാലൊക്കെ ശരിയായെന്നൊക്കെ ചോദിച്ചു. ഓ, അതെവിടെ ശരിയാവാനായിട്ട്, ശരിക്കൊന്നും നടക്കാറായിട്ടില്ല. ഇപ്പോഴും ശരിയായിട്ടില്ലേ? എങ്ങനെ ശരിയാവാനാന്ന് പറ. അതൊന്നും ശരിയായിട്ടില്ല. എന്തൊക്കെയോ കഷ്ടകാലങ്ങളാ, അല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കുക. അതെ, കഷ്ടകാലം തന്നെയാ. പക്ഷേ ആ കഷ്ടകാലം കൊണ്ടുവന്നത് മനുവാണ്. മനു അവനെങ്ങനെ കഷ്ടകാലം കൊണ്ടിരുന്നേ? പിന്നെ അവൻ പോയി ആ കഷ്ടകാലത്തിനെ വിളിച്ചോണ്ട് വന്നതല്ലേ. പക്ഷേ എങ്കിലേ കഷ്ടകാലത്തിൻ്റെ പേര് അലീനേന്നാ. എവിടെയോ കിടന്ന് ഒരുത്തിയെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം എനിക്ക് കഷ്ടകാലം മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും സൗദാമിനി മുത്തശ്ശി പറഞ്ഞു, മോളെ, നീ ഇങ്ങനെയൊന്നും പറയരുത്. നിന്റെ ഈ അഹങ്കാര വർത്താനം കാര്യങ്ങളൊക്കെ നീ ഒന്ന് നിർത്ത്. നിനക്ക് ആരെയും പേടിയില്ല, അതാ കുഴപ്പം. ദേ, അമ്മ എന്നെ കുറ്റപ്പെടുത്തണം, പിന്നല്ലാതെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. പിന്നെ പറയാൻ പാടില്ല പോലും. അമ്മയ്ക്ക് ഇതൊക്കെ പറയാം, അനുഭവിച്ച് എനിക്കെല്ലാം അറിയത്തുള്ളൂ. അവള് വീട്ടിലേക്ക് വന്ന് കയറിയതിന് ശേഷം ഈ ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായത്. എടി മോളെ, അങ്ങനൊന്നും അല്ല സത്യാവസ്ഥ. പിന്നെ അമ്മയ്ക്കത് പറയാം. അല്ലേലും നീ ഇങ്ങനെയാണല്ലോ, നിന്നോട് ആര് പറഞ്ഞാലും അനുസരിക്കില്ല. സാക്ഷാൽ ദൈവം തമ്പുരാൻ നേരിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞാലും നീ സമ്മതിക്കില്ല. ഓ, ഇനി എന്നെങ്കിലും ഒരിക്കൽ ദൈവം തന്നെ നിന്റെ കണ്ണ് തുറപ്പിക്കട്ടെ. അതെ, ദൈവം എൻ്റെ കണ്ണ് തുറപ്പിച്ച് എങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഉറങ്ങുമ്പോൾ മാത്രം ഞാൻ കണ്ണടയ്ക്കാറുള്ളൂ, അല്ലാതെ ഞാൻ കണ്ണടയ്ക്കാറില്ല. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെടുവാണ്. അമ്മേ, എല്ലാത്തിനും കാരണം അവൾ ഒറ്റ ഒരുത്തിയാ. അമ്മയ്ക്കറിയാലോ, ആ ബാലേന്ദ്രൻ അവിടെ എനിക്കൊരു പട്ടിയുടെ വില പോലും തരുന്നില്ല. ഞാനവിടെ ഒരു അടിമയെ പോലെ കഴിയണത്. ഇവിടെ എൻ്റെ 2-3 ആംഗ്ലമാരുണ്ടല്ലോ, അവരെന്നെ കൊണ്ട് അങ്ങോട്ടേക്ക് വിട്ടതാ. അവിടെ ചെന്നിട്ടോ എനിക്ക് ഒരു വിലയുണ്ടായിരുന്നില്ല. ഇവിടെ അമ്മ പട്ടിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ചോറ് വരെ ബാലേന്ദ്രൻ എടുത്ത് കൊടുത്തിട്ടില്ലേ. അങ്ങേരത് മൂക്കുമുട്ട തിന്നിട്ട് എഴുന്നേറ്റിട്ട് പോയിട്ടില്ലേ. എനിക്കവിടെ ആ ഒരു വില പോലും കിട്ടുന്നില്ല. അമ്മയ്ക്ക് അതറിയില്ല. അപ്പോഴേക്കും ഇങ്ങനെ സൗദാമിനിയമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട, പോട്ടെ. അല്ല, നീ ഇപ്പം എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നാണോ? അല്ല, ബാലേന്ദ്രനാണോ നിന്നെ കൊണ്ടുവിട്ടതെന്നൊക്കെ ചോദിച്ചു. ബാലേന്ദ്രന്? അതെ, ഞാൻ അമ്മയെ കാണാൻ വേണ്ടി വന്നൊന്നുമല്ല. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഞാൻ ഇവിടെ കാണും. ഇവിടെയോ? അതെ, ഞാൻ ആ വീട് വിട്ട് ഇറങ്ങിയതാ. ഇനി കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് വാടക വീട്ടിലേക്ക് പോകാനാ തീരുമാനം. എടി വൈജ, നീ എന്തൊക്കെയാ പറയണേ? നിനക്കെന്താ തലയ്ക്ക് ഓളമുണ്ടോ? അമ്മ തന്നെ ഇത് പറയണം. എടി, ഇങ്ങോട്ടേക്ക് വന്നിട്ട് നിന്റെ ജീവിതം, പിന്നെ ഒരു ജീവിതം ഡിവോഴ്സിന് കൊടുക്കാന്ന് ഓർത്താ ഞാനിരിക്കുന്നത്. അപ്പോഴാണ് വൈജയ്, നീ ഇങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. വെറുതെ എന്തിനാ ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നേ? അതൊക്കെ അപകടത്തിൽ ചെന്ന് കലാശിക്കുള്ളൂ. അമ്മ ഒന്നും മിണ്ടാതിരിക്കമ്മേ. എൻ്റെ കാര്യം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അങ്ങനെ ആർക്ക് വേണ്ടിയും വിട്ടുകൊടുക്കാൻ ഞാൻ ഒരുക്കുമല്ല. അതെ, എല്ലാവർക്കും അവളെ മതി. ആ അലീനയെന്ന് പറയുന്നവള്, അവളാണ് എല്ലാവർക്കും പ്രധാനം. അപ്പോൾ അവൾ ആ വീട്ടിലുള്ളിടത്തോളം കാലം ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് കയറാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോൾ അമ്മ എന്നോട് ഇതിനെക്കുറിച്ച് പറയുവാൻ വേണ്ട. അതും പറഞ്ഞിട്ട് വൈജയന്തി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. സൗദാമിനി മുത്തശ്ശിക്ക് എന്തിയാണെന്ന് അറിയില്ല. പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി. എത്ര പറഞ്ഞാലും തലയിലേക്ക് കയർത്തുമില്ല. ഇതേ സമയത്ത് കമല ശിവശങ്കരൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ദേ ശിവേട്ട, അവൾ ഇവിടെ നിൽക്കാനാണ് പുറപ്പാട്. ആര്? ആ വൈജയന്തി. എൻ്റെ ശിവേട്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അവൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? അവൾക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവൾ വാടക വീട്ടിലേക്ക് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നേ. എടി, അവൾ വേറെ ഇങ്ങോട്ട് പോവാനായിട്ടാ. ഇപ്പം നീ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ നീ നേരെ രാമപുരത്തിലേക്കല്ലേ പോകുന്നേ, നിന്റെ വീട്ടിലേക്കല്ലേ പോകുന്നത്, അല്ലാതെ രാമപുരം പള്ളിയിലേക്കല്ലോ. അതുപോലെ തന്നെ അവൾ വന്നിട്ട് ഇങ്ങോട്ടേക്കേ വരത്തുള്ളൂ. അല്ലാതെ അപ്പുറത്തെ ആ മീനാക്ഷി ചേച്ചിയുടെ വീട്ടിലേക്ക് അവൾ പോയി കയറുമോ? ഒരിക്കലുമില്ല. ദേ ശിവേട്ട, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. എടി, ദേഷ്യപ്പെട്ട് എന്താവാനാ? നിന്റെ പണിയിലൊരു കുറവൊന്നുമില്ലല്ലോ. ഒരു പാത്രത്തിലും കൂടെ വിളമ്പണം, അത്രയല്ലേ ഉള്ളൂ. പിന്നെ അവൾ കാലുമേ കാല് കയറ്റി വെച്ചങ്ങ് ഇരിക്കുകയുള്ളൂ. എല്ലാം അവളുടെ ഇരിപ്പനെ കൊണ്ട് കൊടുക്കേണ്ട വരും. ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത് മാത്രമാണോ? ഇനി എപ്പോഴും അമ്മയുടെ മുറിയിൽ തന്നെ ആയിരിക്കും, അമ്മയുടെ അടുത്തായിരിക്കും. അമ്മയാണെങ്കിലോ എൻ്റെ കുറ്റം പറയാൻ ആരെയും കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള ഒരു സങ്കടത്തിലിരിക്കുമായിരുന്നു. എടി കമലെ, നീ ഇതത്ര കാര്യമായിട്ട് എടുക്കണ്ടല്ല. ഡേ ശിവേട്ട, എത്രയും പെട്ടെന്ന് അവളെ ആ വാടക വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിട്, എങ്കിലും എനിക്കൊരു സമാധാനം ആവത്തുള്ളൂ. ശിവശങ്കരൻ പറഞ്ഞു, എടി, അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുന്ന കാര്യമാണോ? നീ എന്താ കമലയെ പറയണത്? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് എന്നും പറഞ്ഞിട്ട് ശിവശങ്കരൻ അങ്ങ് ഇറങ്ങിപ്പോയി. കമലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ആ സമയത്ത് ഭാബിത ഇങ്ങനെ സിറ്റ് ഔട്ടിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഓട്ടോറിക്ഷയ്ക്ക് വന്ന്
അലീനെ രോഹിത്തും കൂടെ ഇറങ്ങുന്നത്. അലീന ബബിതയെ കൈ കൊണ്ട് കാണിച്ചിട്ട് രോഹിത്തിനോട് തമാശ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അങ്ങനെ അലീന അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബബിത ചോദിച്ചു, അല്ല എന്താ അലീന ചേച്ചി എന്നെ കൈ ചൂണ്ടിക്കാണിച്ച് ചിരിച്ചേ? അല്ല അത് പിന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ പോയപ്പോഴും നീ ഇവിടെ തന്നെ ആയിരുന്നല്ലോ, വരുമ്പോഴും നീ ഇവിടെ തന്നെ ഉണ്ട്, അപ്പം ഇത്ര സമയമായിട്ട് നീ പെരയ്ക്കകത്തേക്ക് കയറിയില്ലേ, അത് ഓർത്തോണ്ട് ചിരിച്ചാന്ന് പറഞ്ഞു. അതെ അതൊന്നും അല്ല കാര്യം. എന്താ നിന്റെ മുഖത്ത് എന്താ ഒരു വല്ലായ്മ? അമ്മ പോയിന്ന് പറഞ്ഞു. പോയെന്ന് എങ്ങോട്ട്? അത് പിന്നെ എല്ലാം കെട്ടിപ്പറിക്കൊണ്ട് പോയി. അപ്പോഴേക്കും രോഹിത് ചോദിച്ചു, എങ്ങോട്ടാ പോയത്? കൊല്ലപ്പള്ളി വീട്ടിലേക്കെന്നാ പറഞ്ഞേ. ഇനി അമ്മ ഇവിടെ നിൽക്കുന്നില്ല പോലും, അമ്മയ്ക്ക് ഇവിടെ തുടരാൻ താല്പര്യമില്ലെന്ന്. അത് കേട്ടപ്പോൾ രോഹിത് പറഞ്ഞു, എന്തൊക്കെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വന്നത്, അടിച്ചു പൊളിക്കാന്ന് കരുതി വന്ന. അല്ല രോഹിത്തന്നെ വീണ്ടും കോളേജിലേക്ക് തിരിച്ചെടുത്തില്ലേ? ഇതിനേക്കാളും ഭേദം എടുക്കാതിരിക്കുന്നതായിരുന്നു. പ്രതീക്ഷയോടെ വന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാമെന്ന് ഓർത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം സന്തോഷം പോയി. പവിത പറഞ്ഞു, എൻ്റെ അവസ്ഥ അത് തന്നെയാണ്, ഉള്ള സന്തോഷം മൊത്തം പോയി. ഈ അമ്മ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എന്താവാനായിട്ടാ? നമ്മുടെ മക്കളെക്കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ല. അപ്പോഴേക്കും അലീന ഇങ്ങനെയൊന്ന് ആലോചിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നേ? പവിത പറഞ്ഞു, എനിക്കറിയില്ല. അല്ല അച്ഛനോട് പറഞ്ഞോ? ഞാൻ ആരുടെ ഒന്നും പറയാനൊന്നും പോയില്ല. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോവാം എല്ലാവർക്കും കൂടെ. കൊല്ലപ്പള്ളിയിലേക്കോ? അതേന്നേ, അവിടെയല്ലേ അമ്മയുള്ളതെന്ന് പറഞ്ഞേ, അവിടെ പോയി നിൽക്കാം നമുക്ക്. അല്ല അതിന് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോ? പിന്നെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ കമലാൻറ്റിയുടെ മുഖവുറുപ്പ് വേറെ കേൾക്കേണ്ടി വരും. നമുക്കറിയാം നമ്മളവിടെ നിൽക്കാൻ വന്നതെന്ന്. എങ്ങനെയുണ്ട്? കൃഷ്ണമോളും കൂടെ വരട്ടെ, കൃഷ്ണമോളും കൂടെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോളും കൂടെ വന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങാനായിട്ട് ഒരുങ്ങുകയാണ്. ആ സമയത്ത് ബബിതയോട് അലീന പറഞ്ഞു, അതെ എന്തേലും എടുക്കാനൊക്കെ എടുത്തോണമെന്ന് പറഞ്ഞു. ഞാൻ കൂടെ ഡ്രസ്സ് എടുക്കാം, നിനക്കിടാനുള്ള ചുരിദാറൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ഇനി വേറെ എന്തെങ്കിലും വേണേൽ എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ കൃഷ്ണമോളും ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു, അത്യാവശ്യത്തിനൊക്കെ ഉള്ള. കാരണം അവിടെ പോയി നിൽക്കണമല്ലോ. അങ്ങനെ രോഹിത്തിനെ കൂടെ വിളിച്ചു. അവർ 4 പേരും കൂടെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും രോഹിത്ത് പറഞ്ഞു, നമ്മളവിടെ ചെന്നിട്ട് എന്തായിരിക്കും? അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, നമുക്ക് പറയാം, വിളിച്ചിട്ട് വരുമെന്ന് നോക്കാം അമ്മ, വന്നില്ലെങ്കിൽ പിന്നത്തെ കാര്യം പിന്നെയല്ലേ. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, വരുമെന്ന് എനിക്കൊരു ഉറപ്പൊന്നുമില്ല. അത് കേട്ടപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, വന്നില്ലെങ്കിൽ നമ്മൾ അവിടെ താമസിക്കണമെന്ന് പറഞ്ഞാൽ മതി, പിന്നെ കുഴപ്പമില്ലല്ലോ. നമ്മൾ എന്താണെങ്കിലും അമ്മയും കൊണ്ടേ പോകത്തുള്ളൂ രോഹിത്തേട്ടാ. രോഹിത്ത് പറഞ്ഞു, അത് ശരിയാ, എന്ത് വന്നാലും ശരി അമ്മയും കൊണ്ടേ നമ്മളെല്ലാവരും ഇവിടുന്ന് പോകുള്ളൂ, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്ന് കോളിംഗ് ബെല്ല് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജിനിയാണോ എന്ന് കഥ തുറക്കുന്നത്. രോഹിത്തും ഭബിതയും കൂടെ രഞ്ജിൻ്റെ അടുത്തേക്കുന്നു. അപ്പോഴേക്കും രഞ്ജി ചോദിച്ചു, ആഹാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയും ഭയങ്കര സന്തോഷ പ്രകടനങ്ങളൊക്കെയാണ്. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഞങ്ങളും ഉണ്ടേ ഇവിടെയെന്ന് പറഞ്ഞു. ആഹാ ഇതെന്താ നീ മാറി നിൽക്കണേ? അതെ നിങ്ങളുടെ സ്നേഹപ്രകടനം കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടേ മതിയെന്ന് കരുതിയിട്ടാ, ഒന്ന് പോടി അവിടുന്ന്. അപ്പോഴേക്കും അലീനെ കാണുന്നേ. ഹായ് എന്നൊക്കെ രഞ്ജിനി പറയുന്നുണ്ട്. പിന്നീട് അകത്തേക്ക് നോക്കിയിട്ട് വിളിച്ചു, മനുവേട്ട ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മണിശങ്കർ അങ്ങോട്ടേക്ക് വന്നു. എല്ലാവരും നോക്കി, ഇതെന്താ ഭവനവേദനോ ഇനിയിപ്പോൾ കടത്തിക്കൊണ്ടുപോകാൻ മറ്റോ ആണോ എല്ലാവരുടെയും? അത് കേട്ടപ്പോൾ രോഹിത്ത് പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എന്തിയെ അമ്മ എന്തിയെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഭവിത പറഞ്ഞു, അമ്മയെ ഞങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് പോകണം, അതിനു വേണ്ടി വന്ന. നല്ല കഥയെ ആൻറ്റി വരുമെന്ന് തോന്നുന്നുണ്ടോ? ആൻറ്റിയുടെ സ്വഭാവം കണ്ടിട്ട് അങ്ങനെ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, ആൻറ്റി നല്ല വാശിയില്ലാന്ന് പറഞ്ഞു. അത് കേട്ടതും കൃഷ്ണമോള് പറഞ്ഞു, അമ്മ വാശി എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് വാശിയാ, എന്താണെങ്കിലും ഞങ്ങൾ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകത്തുള്ളൂ. അല്ല എല്ലാവരും എന്താ ഇവിടെ നിൽക്കുന്നത്, അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോള് തന്നെ അകത്തേക്ക് ആദ്യം കയറി. മനു അലീനയെ വിളിച്ചു. അങ്ങനെ അവരെല്ലാവരും കൂടെ അകത്തേക്ക് വന്നു. അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നത്. വൈജയന്തിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീന രോഹിത്തിനോട് പറഞ്ഞു, ഞാൻ മുത്തശ്ശി ഒന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയി. ഈ സമയത്ത് വൈജയന്തി ചോദിച്ചു, എന്താ നിങ്ങളെല്ലാവരും കൂടെ എന്തിനാ ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിച്ചു. രോഹിത്ത് പറഞ്ഞു, അല്ല അമ്മ എന്ത് പരിപാടിയാണ് കാണിച്ചേ, അമ്മ എന്ത് പോക്കാ പോകുന്നതെന്ന് ചോദിച്ചു. എന്താടാ ഞാൻ വല്ല ഒളിച്ചും പാത്തോണോ പോകുന്നത്? അല്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടല്ലേ പോകുന്നത് ഇങ്ങോട്ടേക്കാന്ന്, എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. അതിന് നിങ്ങളെല്ലാവരും എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? അതെ അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നാന്ന് ഭവിത പറഞ്ഞു. പിന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അതിനെ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല, ബാലേന്ദ്രൻ വന്നിട്ട് എൻ്റെ കാല് പിടിക്കണം ഇനി അങ്ങോട്ട് തിരിച്ചു വരണമെങ്കിൽ. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, നടന്നത് തന്നെ, അതിന് അച്ഛൻ വല്ല പിച്ചക്കാരന് വേണം, അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴും അവളാണല്ലോ പ്രധാനം, അവൾ ആ വീട്ടിൽ നിന്ന് പോകാതെ ഞാൻ ആ വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല. അത് കേട്ടതും ഭവിത പറഞ്ഞു, എന്താ അമ്മേ ഇത്തിരി സ്വസ്ഥതയോ സമാധാനമൊക്കെ എന്തെന്ന് ഇപ്പോഴാണ് ഞങ്ങൾ അറിയണേ, അതും കൂടെ തല്ലിക്കെടുത്താനാണ് അമ്മയുടെ പ്ലാന്. അമ്മ എന്ത് പരിപാടിയെ കാണിക്കണേന്ന് ചോദിച്ചു. അമ്മ മര്യാദയ്ക്ക് വീട്ടിലേക്ക് വരാൻ നോക്കും. ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞല്ലേ, ഈ ജന്മത്തിൽ ഞാൻ വരത്തില്ല, അവൾ ആ വീട്ടിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും വരത്തില്ല.
അതിനുവേണ്ടി നിങ്ങൾ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.